ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ഇവിടെ നിൽക്കുന്നത് കൊടുമൺ ഐക്കാട് 14-ാം വാർഡിലെ ഒരുപാട് ചേച്ചിമാരും അവിടുത്തെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മെമ്പർ ഉൾപ്പെടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എൻ്റെ വാർഡിലെ കുടുംബശ്രീയിലെ പ്രവർത്തകരായ സഹോദരിമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവർ വളരെ കൂട്ടായ്മയോട് കുടുംബശ്രീ പ്രവർത്തനം സംഘടിപ്പിക്കുന്നവരാണ്. ധാരാളം നല്ല കലാകാരികൾ അവരോടൊപ്പമുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ തരത്തിൽ നാടൻപാട്ട് പാടുന്ന ഒരു കലാകാരിയാണ് ശ്രീമതി മണി. അന്തിക്കണക്കുന്ന നേരത്ത് ഇന്നലെ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാടി നെല്ലും പറിച്ചുണ്ടു വന്നേ. തകതാര തകതാര തിത്തൈരാരാരാരോ തകതാര തിത്തൈ താരാരാരോ തകതകതാര തകതാര തിത്തൈരാരാരാരോ തകതാര തിത്തൈ താരാരാരോ. കലത്തിലെ വെള്ളം തിളപ്പിച്ചു എന്നമ്മ മുന്നാടി നെല്ലെറിഞ്ഞേ. അടുപ്പിന് ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാം കാക്കയെ പോലെ കരഞ്ഞേ. കലത്തിലെ വെള്ളം തിളപ്പിച്ചു എന്നമ്മ മുന്നാടി നെല്ലെറിഞ്ഞേ. അടുപ്പിന് ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാം കാക്കയെ പോലെ കരഞ്ഞേ. തകതാര തകതാര ദിത്തൈ താരാരാരോ തകതാര. നല്ല പാട്ടാണ് കേട്ടോ. ഇതുവരെ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഒരു ഗെയിമിലേക്ക് കടക്കാം. പഴംതീറ്റി മത്സരമാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. 5 പേരെയാണ് ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നത്. ആദ്യം അങ്ങനെ 3 ബാച്ചാണുള്ളത്. ഇതിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, കൈകൊണ്ട് പഴം തൊടുവാനോ തൊലി ഉരിക്കുവാനോ പാടില്ല. കൈ പുറകിൽ കെട്ടിയിരിക്കുകയും അപ്പോൾ തന്നെ വാ കൊണ്ട് തൊലി ഉരിക്കുകയും പഴം കഴിക്കുകയും വേണം. അതാണ് ഇതിൻ്റെ വ്യവസ്ഥ. 5 പേരാണ് നമുക്ക് ഈ മത്സരത്തിലേക്ക് വേണ്ടത്. 5 പേര് വരണം. 3 പേരായിട്ടുണ്ട്. ഇനി 2 പേരോട് വേണം. 4ആയി. ഒരാളൂടെ നമുക്ക് ഇനിയും വരണം. ഒരാളൂടെ എഴുന്നേറ്റ് വരണം. ഒരാളൂടെ വരണമുണ്ട്. ഒരാളൂടെ വന്നിരിക്കുകയാണ്. ഈ 5 പേരാണ് നമുക്ക് ഈ മത്സരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ 5 പേരെ വെച്ചാണ് ഈ മത്സരം തുടങ്ങുന്നത്. മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വാശിയേറിയ മത്സരത്തിലാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാര്യമായ രീതിയിൽ ചേച്ചിമാർ പഴം കഴിക്കുന്നുണ്ട്. കിട്ടിയ സമയം കൊണ്ട് എത്ര പഴം കഴിക്കാമെന്ന് അവർ നോക്കുകയാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, കൈകൊണ്ട് തൊലി ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ. കൈ പുറകിൽ കെട്ടിയിരിക്കുകയാണ്. 2 പഴം ഒരാൾ തിന്നു. ഒന്നും തിന്നാത്ത ആൾക്കാർ പോലും ഇപ്പോഴും ഉണ്ട്. 3 പഴം തിന്ന ആൾക്കാരുണ്ട്. 1 പഴം തിന്ന ആളുണ്ട്. പഴം തൊലി ഉരിച്ചിട്ട് കഴിക്കാൻ അവർക്ക് വളരെ പ്രയാസമുണ്ട്. ചേച്ചി കണ്ട് അപ്പുറത്ത് ചാടിപ്പോയി ആ പഴം കടിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. ചേച്ചി വന്ന് മഞ്ഞ ചുരിദാറിട്ട ചേച്ചി ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഒരാൾ അതിനകത്ത് സെക്കൻഡും ഉണ്ട്. അങ്ങനെ 2 പേരാണ് അതിനകത്തെ വിജയികളായിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ വേറെ ഒരു ബാച്ചിനെ തുടങ്ങുന്നു. അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് നമുക്കൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ നല്ല രീതിയിലാണ് പഴം കഴിക്കുന്നത്. കണ്ടോ കടിച്ച് പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തിൽ ആരാണ് ജയിക്കുന്നത് നമുക്ക് നോക്കാം. ചേച്ചി ഇടതുവശത്ത് നിൽക്കുന്ന ചേച്ചി നന്നായിട്ട് പഴം കഴിക്കുന്നുണ്ട്. ചേച്ചിക്കും അറിയാം നന്നായിട്ട് പഴം കഴിക്കാൻ. ഓക്കെ നല്ല രീതിയിലാണ് എല്ലാവരും പഴം കഴിക്കുന്നത്. ചേച്ചി പഴത്തൊലി മാലയ്ക്കകത്തും വായിക്കകത്തും എന്ന് വേണ്ട ആകെ പ്രശ്നമാക്കിയിരിക്കുകയാണ്. ആ ചേച്ചി അത് സെക്കൻഡ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. ആ ചേട്ടന് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ബാച്ചും കഴിഞ്ഞു. അടുത്ത ബാച്ചിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. 3ാമത്തെ ബാച്ചും മത്സരം തുടങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് ഒരു ചേട്ടനും 2 ആൺകുട്ടികളും 2 ചേച്ചിമാരുമാണുള്ളത്. അവരും കാര്യമായ രീതിയിൽ തന്നെ പഴം കഴിക്കുകയാണ്. എല്ലാവരും ജയിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ തോന്നൽ. ഇതിനകത്ത് വരുന്ന 2 പേരും മുമ്പ് കളിച്ച ടീമിലെ 2 പേരെ വെച്ചുമാണ്. എല്ലാം കൂടെ 6 പേരാണ് അടുത്ത മത്സരവും നടത്തുന്നത്. ഒരു ചേച്ചി കഴിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലല്ല, കഴിച്ച് കഴിഞ്ഞിട്ടില്ല. ആരും കഴിച്ച് കഴിഞ്ഞിട്ടില്ല. കഴിക്കുന്നതേ ഉള്ളൂ. ചേച്ചി മൊത്തം പൊട്ടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറ്റിയിട്ടില്ല. ആ ചേട്ടനും 90% കഴിച്ചിട്ടുള്ളൂ. ബാക്കി കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ ഫസ്റ്റ് എന്നൊക്കെ ചേട്ടൻ വിളിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഏറ്റവും നന്നായി കഴിച്ചത് ആ ചുമന്ന ടീഷർട്ട് ഇട്ട ആ പയ്യനാണ്. അതുപോലെ തന്നെ ആ പയ്യനും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ആ ചേട്ടനും ഈ പയ്യനുമാണ് ഇപ്പം നമുക്കിതിനകത്ത് പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി ഇവരെ 6 പേരെ നിർത്തിക്കൊണ്ടാണ് ഇനിയും ഇതിനകത്ത് മത്സരിക്കാൻ പോകുന്നത്. വാശിയേറിയ
പഴംതീറ്റി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് ജയിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. എന്തായാലും കൊള്ളാം. നല്ല മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും വിട്ടുകൊടുക്കാതെ കൂടെയുണ്ട്. ഇതിനകത്ത് ആര് ജയിക്കും നമുക്ക് നോക്കാം. ദാണ്ട് പഴം ഏകദേശം തിന്ന് കഴിയാറായാണ്ട് ഈ ചേച്ചി പഴം തിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന ചേട്ടനും പഴം തിന്ന് കഴിഞ്ഞിരിക്കുന്നു. 3ാമത്തെ സ്ഥാനത്തിന് വേണ്ടി ഈ ചേച്ചിയും മത്സരത്തിൽ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. 3 പേര് ഇതിനകത്ത് ഫസ്റ്റും സെക്കൻഡും തേർഡും അടിച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ പ്രൈസ് കൊടുക്കുവാൻ വേണ്ടി കൊടുമൺ 14ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറായ അഡ്വക്കേറ്റ് സി പ്രകാശ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് പ്രൈസ് നൽകുന്നത് കൂടൽ ഇഞ്ചപ്പാറയിലുള്ള യൂണിക് ഫിറ്റ്നസ് എന്ന ജിംനേഷ്യം നടത്തുന്ന തോമസ് ജോൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ലേഡീസിനും ജെൻസിനും പ്രത്യേകം സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടലിലെ ഏക സ്ഥാപനമാണ് യൂണിക് ഫിറ്റ്നസ്. അദ്ദേഹമാണ് ഈ പ്രൈസ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് സാം കൂടൽക്കാരനാണ്. കൂടൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ ഫ്ലവർ സ്റ്റോർ നടത്തുന്ന ഏക സ്ഥാപനം അദ്ദേഹത്തിൻ്റെതാണ്. സാം കൂടൽക്കാരൻ. മൂന്നാമത്തെ പ്രൈസ് കൊടുക്കുന്നത് കൂടൽ ശ്രീദേവി ക്ഷേത്രത്തിന് സമീപമുള്ള മടക്കൽ ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ നടത്തുന്ന അലക്സ് ഏബ്രഹാമാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എല്ലാവിധ ധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ കൊപ്ര ആട്ടി കൊടുക്കുന്നു. എല്ലാം കഴുകിയും ഉണക്കിയും കൊടുക്കുന്ന കൂടലിലെ നല്ലൊരു സ്ഥാപനമാണ് മടക്കൽ ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ റൗണ്ടിൽ മത്സരിച്ച എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു. ആ സമ്മാനം കൊടുത്തതും മടക്കൽ ഓയിൽ മിൽ നടത്തുന്ന അലക്സ് ഏബ്രഹാം തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ സമ്മാനം കൊടുത്തത് അദ്ദേഹമാണ്. കണക്കുന്ന നേരത്ത് ഇന്നലെ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചുകൊണ്ട് വന്നേ. തകതാ